അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, പുതിയ കാലത്ത് ഇപ്പോൾ 70കളിലെ നയം 2025 പ്രാബല്യത്തിൽ വരുത്തണം എന്ന് പറയുന്നത് പ്രായോഗികമായ ഒന്നായിരിക്കില്ല. പക്ഷേ അടിസ്ഥാന തത്വങ്ങളിൽ വ്യതിചലനം ഉണ്ടാകരുത് എന്നുള്ളത് പ്രധാനവുമാണ്. അങ്ങനെ നയമാറ്റം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ പാർലമെന്റ് വിളിച്ചുകൂട്ടി വോട്ടെടുത്ത് ഒരു യുദ്ധം മുഖത്ത് വെച്ച് തീരുമാനമെടുക്കണം എന്നൊക്കെ പറയുന്നത് മൗഢ്യവുമാണ്. എന്നിരുന്നാൽ പോലും ജനങ്ങളെയും ജനപ്രതിനിധികളെയും വിശ്വാസത്തിലെടുക്കുക, അവരെ ഇൻഫോംഡായി മാറ്റുക എന്ന് പറയുന്നത് പ്രധാനമല്ലേ? അല്ല, അപ്രധാനമായിട്ടൊന്നും നടന്നില്ലല്ലോ. എല്ലാ കാര്യങ്ങളും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്തിരുന്നുവല്ലോ. എല്ലാ കാര്യങ്ങളും കൃത്യമായി മാധ്യമപ്രവർത്തകരുമായി ചർച്ച ചെയ്തിരുന്നല്ലോ. ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി സേന ബ്രീഫ് ചെയ്തിരുന്നു. രാഷ്ട്രീയ പാർട്ടി ഒരുമിച്ച് ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ച് കൃത്യമായ കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നല്ലോ. അതുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് കൃത്യമായിട്ട് പാർലമെൻറ്റ് വിളിച്ചില്ല, അല്ലെങ്കിൽ പാർലമെൻറ്റിലെ ജനപ്രതിനിധികളോട് സംസാരിച്ചില്ല എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ ചർച്ച നടന്നപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി സൂചിപ്പിച്ചതിനെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ പലരും പറയുന്നുണ്ട് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡൻറ്റിനെ അല്ലെങ്കിൽ അമേരിക്കയെ വരച്ച വരയിൽ നിർത്തി 7ാം കപ്പൽപ്പടയുടെ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പലരും. ാണ് ഈ 7ാം കപ്പൽപ്പട പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടി വന്നപ്പോൾ അതിനെ എതിർക്കാനും 7ാം കപ്പൽപ്പട തിരിച്ചു പോകാനും കാരണം റഷ്യയുടെ ഇടപെടലാണ്. റഷ്യ ശക്തമായി ഇന്ത്യയുടെ കൂടെ, അന്ന് ഇന്ദിരാഗാന്ധിയുടെ കൂടെ, ഇന്ദിരാഗാന്ധി റഷ്യയുടെ സഹായം അഭ്യർത്ഥിച്ചു. റഷ്യ അതിശക്തമായി അന്നത്തെ 1971-72 കാലഘട്ടത്തിലെ റഷ്യ എന്ന് പറഞ്ഞാൽ അമേരിക്കയെ വെല്ലുവിളിക്കാൻ കഴിയുന്ന ഒരു ശക്തിയാണ്. ഇന്നത്തെ റഷ്യ അല്ല. അപ്പോൾ അന്ന് ഇന്ദിരാഗാന്ധി റഷ്യയുടെ സഹായം അഭ്യർത്ഥിക്കുകയും സ്വാഭാവികമായും റഷ്യ രംഗത്ത് വരികയും ചെയ്തപ്പോഴാണ് 7ാം കപ്പൽപ്പടയുമായി അമേരിക്ക പിൻവാങ്ങിയത്. അവിടെ ഇന്ദിരാഗാന്ധി റഷ്യയുടെ സഹായം ചോദിക്കുകയും റഷ്യ സഹായിക്കാൻ വേണ്ടി രംഗത്ത് വരികയും ചെയ്തു. ഈ കാര്യം നമ്മൾ വിസ്മരിക്കരുത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചത്, മാധു സൂചിപ്പിച്ചതും കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എൻ്റെ സുഹൃത്ത് മിസ്റ്റർ ലിജു സൂചിപ്പിച്ചതും ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് ഈ വിദേശകാര്യ ഫോറിൻ സെക്രട്ടറിമാർ അല്ലെങ്കിൽ DGMO, ഡിഫൻസ് കൈകാര്യം ചെയ്യുന്ന DGMOൻ്റെ ഫോൺ കോൾ വന്നത് എപ്പോഴാണ്? ആ ഫോൺ കോൾ വന്നതിൻ്റെ കൃത്യമായിട്ടുള്ള രേഖകളും അതിൻ്റെ വിവരവും സേന തന്നെ വെളിയിൽ വിട്ടിട്ടുണ്ട്, ഫോറിൻ സെക്രട്ടറി വെളിയിൽ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നടന്നിരിക്കുന്നത് എപ്പോഴാണ്? അത് നടന്നിരിക്കുന്നത് 3:32-നാണ്. ആ കാര്യം ഇന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ചിദംബരം ആ കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ചിദംബരത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. 3:35 DGMOs ബ്രോക്കഡ് ദ സീസ് ഫെയർ ഡയറക്ട്ലി 3:35. അത് 5 മണിക്ക് ആ മീഡിയേഷനിൽ കരാർ വരുന്നു എന്നാണ്. പക്ഷേ ട്രംപ് ട്വീറ്റ് ചെയ്തത് എപ്പോഴാണ്? ശരിയാണെന്ന്, ഞാൻ ട്രംപ് ട്വീറ്റ് ചെയ്തത് ശരിയോ തെറ്റെന്ന് വെച്ചാൽ അയാൾ മീഡിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അയാൾ ബാക്ക് ഡോറിൽ സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരു ഓർഗനൈസേഷന്, ഒരു രാജ്യത്തിന്, ഒരു പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് അപേക്ഷ, സീസ് ഫയറിൻ്റെ അപേക്ഷ വരുമ്പോൾ അത് വളരെ പെട്ടെന്ന് പ്രഖ്യാപിക്കാനോ പെട്ടെന്ന് നരേന്ദ്രമോദി കയറി അദ്ദേഹം ട്വീറ്റ് ചെയ്യാനോ ഒന്നും തയ്യാറാവാതിരുന്നതാണ് ആ രാജ്യത്തിൻ്റെ സ്റ്റെബിലിറ്റി. അത് വളരെ കൃത്യമായി സൈന്യത്തിനോട് ആലോചിച്ച് സൈന്യവുമായി ഡിസ്കസ് ചെയ്ത് സൈന്യം എടുക്കേണ്ട തീരുമാനമെടുത്ത് അതിനുശേഷം ആണ് ആ കാര്യത്തിൽ ഒഫീഷ്യലായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു രാജ്യം യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന, സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ വെളിയിൽ വരുള്ളൂ. ട്വീറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞില്ല. അത് പക്ഷേ ട്രംപ് ട്വീറ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നോ എന്നുള്ളതാണ് ഒരു രാജ്യത്തിന്റെ പരമാധികാരവുമായി ബന്ധപ്പെട്ട, ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട, രാഷ്ട്രീയ തീരുമാനവുമായി ബന്ധപ്പെട്ട കാര്യം. അതിൽ കക്ഷിയല്ലാത്ത മറ്റൊരു രാജ്യം മുഖേന വേണമോ ആ രാജ്യം അറിയേണ്ടത്, അവിടുത്തെ ജനങ്ങൾ അറിയേണ്ടത് എന്നുള്ള ഒരു സംശയമാണ് അദ്ദേഹം ചോദിച്ചത്. അങ്ങനെയാണോ നമ്മുടെ നയം എന്നത്? അല്ല, ഒറ്റ കാര്യം, അത് നമ്മുടെ നയമല്ലല്ലോ എന്ന് ഞാൻ അവിടെയാ പറയുന്നത്. നമ്മുടെ നയം നമ്മൾ കൃത്യമായി പാലിച്ചുവല്ലോ. അതാണോ നമ്മുടെ നയം എന്ന് പറഞ്ഞാൽ നമ്മളേതാണ്ട് ട്രംപിനെ കൊണ്ട് നിങ്ങൾ ആദ്യം ട്വീറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ മാതിരിയാണല്ലോ. അങ്ങനെയല്ല എന്ന് മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ വളരെ ശക്തമായി അല്ല, ഞാൻ ചോദിക്കട്ടെ, അയാളൊരു കാര്യം ചെയ്യുന്നതിന് നമ്മളുടെ അനുമതി വേണോ അനുമതി വേണ്ട എന്നുള്ളതല്ലല്ലോ. അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഓർഗനൈസേഷൻ എന്ന നിലയിൽ
ഭാരതം അത് ആലോചിച്ച് തീരുമാനിച്ച് സേനാനായകന്മാരുമായി ചർച്ച ചെയ്തിട്ട് മാത്രമേ ഒഫീഷ്യലായിട്ട് പറയുള്ളൂ. പക്ഷേ പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് നിങ്ങളെന്താ ഒന്നും പറയാത്തത്? പ്രധാനമന്ത്രി ഇന്ന് വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ടല്ലോ, വളരെ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. എന്താ സ്റ്റേറ്റ്മെൻറ്റ്? കാശ്മീർ വിഷയത്തിൽ ഇനി ചർച്ചയില്ല. അതും കൂടി പറയണ്ടേ നിങ്ങൾ? രണ്ടാമത്തെ കാര്യം എന്താ? വെടിനിർത്തലിൽ മധ്യസ്ഥരുടെ ആവശ്യമില്ല. ഇതാരാ പറഞ്ഞത്? പ്രധാനമന്ത്രിയല്ലേ. മൂന്നാമത്, അടിച്ചാൽ ഇരട്ടിയായി തിരിച്ചടിക്കും. ഒരു മധ്യസ്ഥതയും അംഗീകരിക്കില്ല. ഈ മൂന്ന് കാര്യവും അഭിപ്രായമോ ഇല്ല എന്നുള്ളതാണ് അതിലെ യാഥാർത്ഥ്യം. ആകെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ആകെയുള്ള ഒരു ചോദ്യം എന്നും പറയുന്നത്, ഇന്ത്യ തീരുമാനമെടുത്തത്. ഇപ്പോൾ ട്രംപിന്റെ ഈ ട്വീറ്റ് വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഇന്ത്യ അത് നിഷേധിക്കുന്നുണ്ട്. അങ്ങനെ ഇതൊരു ഉഭയകക്ഷി തീരുമാനം മാത്രമാണ്, മറ്റൊരു രാജ്യവും മൂന്നാം ശക്തിയും അതിൽ ഇടപെട്ടിട്ടില്ല എന്ന് രാജ്യം നിഷേധിക്കുന്നുണ്ട്. അതിലൊന്നും തർക്കമില്ല. പക്ഷേ ഇന്ത്യയിലെ ഒരു ജനവും അറിയുന്നതിന് മുൻപ്, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിട്ടാണ് ലോകവും ഇന്ത്യയും ഇന്ത്യയിലെ ജനങ്ങളും ഈ വിഷയം അറിയുന്നത് എന്ന് ഉള്ളിടത്ത് സ്വാഭാവികമായും ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നതാണ് പറഞ്ഞു വെച്ചത്. ഈ ഘട്ടത്തിൽ അങ്ങനെ മാത്രമാണ് പറഞ്ഞു വെക്കുന്നത് എന്നതും പ്രധാനമാണ്. നേരത്തെ പറഞ്ഞ ഇമ്മ്യൂണിറ്റിയൊക്കെ ഇപ്പോഴും ഏറെയും കുറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ വരാം. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അങ്ങനെയൊക്കെ വരാം. അല്ല, അതൊക്കെ പറയുന്നതിനൊന്നും തെറ്റില്ല. അതൊക്കെ പറയാം, ആർക്ക് വേണേലും പറയാം. അതിലൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല ജനാധിപത്യത്തിൽ.